ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്പേഴ്സിൽ അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ഒരുപോലത്തെ ഒരു 4 ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: 6^21, 5^47, 491^57, 810^39. ഇതിൻ്റെയൊക്കെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ ഇത് കാണാനായിട്ടുള്ള ഒരു എളുപ്പ വഴി എന്ന് പറയുന്നത്, ഒറ്റയുടെ സ്ഥാനത്ത് നമുക്ക് തരുന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനം എന്നിട്ട് വൺസ് പ്ലേസിൽ വരുന്ന ഡിജിറ്റ് 0യോ 1ഓ 5ഓ 6ഓ ആണെങ്കിൽ നമ്മുടെ ഉത്തരവും എന്ത് തന്നെയായിരിക്കും? ആ അക്കം തന്നെയായിരിക്കും. ഓക്കെ അല്ലേ? അപ്പം അതനുസരിച്ച് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ തന്നിരിക്കുന്നത് 6^21 എന്നാണ്. അപ്പോൾ ഇവിടുത്തെ കൃതി നിങ്ങൾ നോക്കണ്ട. കൃതി മീൻസ് പവർ നോക്കണ്ട. ഇവിടെ ഒറ്റയുടെ പ്ലേസിൽ വന്നിരിക്കുന്ന ഡിജിറ്റ് ഏതാണ്? 6 ആണ് അല്ലേ? 6 ആണ് ഒറ്റയുടെ പ്ലേസിൽ. കാരണം ഒരക്കമേ ഉള്ളൂ. അപ്പം അത് തന്നെയാണ് അതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്ത് വരുന്നത്. അപ്പം 6^21ന്റെ ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന അക്കം ഏത് തന്നെയായിരിക്കും? 6 തന്നെയായിരിക്കും. അത് കാരണം എന്താണ്? 0, 1, 5, 6ൽ ഏത് വന്നാലും ആ അക്കം തന്നെയാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പം 6 എന്ന് പറയുന്നത് ഈ ഗ്രൂപ്പിലുണ്ടല്ലേ? അപ്പം അതുകൊണ്ട് ആൻസർ എന്ത് തന്നെയാണ്? 6 തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 5^47. പവർ നോക്കണ്ട, 5 നോക്കുക. 5 എന്ന് പറയുന്നത് നമ്മുടെ ഈ ഗ്രൂപ്പിലുണ്ടല്ലേ? അപ്പം നമുക്ക് ആൻസർ എന്ത് തന്നെയായിരിക്കും? 5 തന്നെയായിരിക്കും അതിൻ്റെ വാല്യൂവിൻ്റെ ഒറ്റയുടെ പ്ലേസിൽ വരുന്നത്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ 491ന്റെ കൃതി 57 എന്നാണ് തന്നിരിക്കുന്നത്. അതിൽ 57 നോക്കണ്ട. 491ന്റെ ഒറ്റയുടെ പ്ലേസിൽ ആരാ വന്നേക്കുന്നത്? അല്ലെങ്കിൽ വൺസ് പ്ലേസിൽ ആരാ വന്നേക്കുന്നത് നോക്കിക്കേ? 1 ആണ്. ഇപ്പം 1 വന്നാലും നമ്മുടെ ഈ ഗ്രൂപ്പിൽ വരുന്നുണ്ട്. അപ്പോൾ ആൻസർ എന്ത് തന്നെയായിരിക്കും? 1 തന്നെയാണ് ഇതിൻ്റെ ആൻസർ. അടുത്ത ലാസ്റ്റ് വൺ നോക്കിക്കേ. 810ന്റെ കൃതി 39 തന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ 810^39. എൻ്റെ ഒരു ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ അവിടെയും ഒറ്റയുടെ പ്ലേസിലാണ്, വൺസ് പ്ലേസിൽ വന്നിരിക്കുന്ന ഡിജിറ്റ് 0 ആണ്. 0യും നമ്മുടെ ഈ ഗ്രൂപ്പിൽ വരുന്നുണ്ട്. അപ്പോൾ ആൻസർ എന്ത് തന്നെയായിരിക്കും? 0 തന്നെയായിരിക്കും ഇവിടെ ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ഈ ഒരു റൂള് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് 0, 1, 5, 6 ഇവയിൽ ഏതെങ്കിലും അക്കമാണ് വരുന്നതെങ്കിൽ ഉത്തരം ആ അക്കം തന്നെയായിരിക്കും വരിക. ക്ലിയർ അല്ലേ? ഓക്കെ, താങ്ക് യു.